ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോണ്ട് കത്തിരിയുടെ ഉപയോഗങ്ങളും അതിൻ്റെ ഗുണങ്ങളും എന്തൊക്കെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ ഈ ഗോണ്ട് കത്തിര എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു തരാം. ഇത് നമ്മുടെ ആൽമണ്ട് വൃക്ഷത്തിൽ ഉണ്ടാകുന്ന ഒരു തരം പശയാണ്. ഇതിനെ ആൽമണ്ട് ഗം എന്ന് പറയും, ബദാം പിസിൻ എന്ന് പറയും, ഗൂണ്ട് എന്ന് പറയും. അങ്ങനെ പല പല പേരുകളിലാണ് ഈ ഗോണ്ട് കത്തിര എന്നുള്ളൊരു പ്രോഡക്റ്റിനെ അറിയപ്പെടുന്നത്. ഇത് എഡിബിൾ ആണ് കേട്ടോ. ഇത് പലതരത്തിലുള്ള ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാനും പിന്നെ നമ്മുടെ ഫെയർനെസ് ക്രീമുകൾ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇതൊരു ബോഡി കൂളൻ്റാണ്. നമ്മുടെ ശരീരം തണുപ്പിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. രണ്ടാമത്തേതായിട്ട് ഇതിൽ ധാരാളം വിറ്റാമിൻസും മിനറൽസ്, കാൽഷ്യം, പ്രോട്ടീൻ എല്ലാം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്കും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ്. വെയിറ്റ് ഗെയിൻ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് പാലിൽ ചേർത്ത് കഴിച്ചാൽ നല്ലതാണ്. വെയിറ്റ് ലോസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സാദാ വെള്ളത്തിലും കഴിക്കാവുന്നതാണ്. ബ്ലഡിലുള്ള LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്. അത് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കൂടാതെ ഇൻഫെർട്ടിലിറ്റി കുറയ്ക്കാനും ഇത് വളരെയധികം സഹായിക്കും. കോൺസ്റ്റിപ്പേഷൻ, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് എന്നിവ മാറാനായിട്ട് ഇത് വളരെയധികം നല്ലതാണ്. നമുക്കുണ്ടാകുന്ന അൾസർ, എരിച്ചിൽ, ഗ്യാസ്ട്രൈറ്റിസ് കുറയ്ക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. ഇത് നിങ്ങൾ എന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. 1-1.5 ടേബിൾ സ്പൂൺ വരെ നമുക്കിതെന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതിൽ കൂടുതൽ കഴിക്കേണ്ട. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതിനാൽ നമുക്ക് പ്രതിരോധശേഷി കൂട്ടാനും ഇത് സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇത് കുറച്ച് എടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾ ചെയ്യുമ്പോൾ 2-3 പീസ് എടുത്താൽ മതിയാവും. ഞാനിവിടെ എനിക്ക് കുറച്ചധികം വേണ്ടത് കൊണ്ടിട്ട് ഞാൻ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സോക്കായി വന്നപ്പോൾ ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശരിക്കും ജെല്ലി മിഠായിയൊക്കെ കഴിക്കുമ്പോഴുള്ള ഒരു പരുവത്തിൽ. ഇനി ഇത് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. ഡ്രിങ്ക്സുകളായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫേസ് മാസ്കോ ഫേസ് പ്രോഡക്ട്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് വെച്ചിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.